ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇന്ന് എന്റെ കൂടെ ആരൊക്കെയാണെന്ന് അറിയോ? ഇത് നമ്മൾ ആരാധനക്കുട്ടി, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇത് നമ്മൾ അശ്വിനിക്കുട്ടി. ഇത് ആരാധന്റെ കയ്യിൽ നമ്മള് രാജുമോൻ, ഓർമ്മയില്ലേ? അമ്മയുടെ വായിൽ നിന്ന് വീണ കുഞ്ഞി. അവനാട്ടോ, അവനൊക്കെ ഉഷാറായി. പിന്നെ ഞാനിപ്പോ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇവർ രണ്ടാളും വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബ്. അപ്പൊ അവരെ വെച്ച് എടുത്തതാണ്. അത് ഇന്നലെ നമ്മളെ പോസ്റ്റിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ നായ പ്രസവിച്ചു, ഇനി എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തുമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണം. അതായത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ നായ വളർത്തുന്ന കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ നായനെ വളർത്തുമ്പോൾ നമ്മളെ വീട്ടിലെ ഒരു കുഞ്ഞായിട്ട് വളർത്തുക, അലക്ഷ്യമായിട്ട് നിങ്ങൾ വളർത്താതിരിക്കുക. എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നായകൾ പെറ്റുപെരുകൊണ്ടേയിരിക്കാം. നമ്മുടെ പഞ്ചായത്തുകളിലും ചുറ്റിലും റോട്ടിലും വീടിന്റെ പരിസരത്തൊക്കെ നായകൾ പെറ്റുപെരുകിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂലം ആ മിണ്ടാപ്രാണികളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക. നായകളെ സ്നേഹിക്കുന്ന ആളുകൾ അതിലേറെ ദുരിതം അനുഭവിക്കുക, പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നായ വന്ധീകരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ട്. അതായത് മനുഷ്യരെ പോലെ പ്രസവം നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. പലർക്കും അറിയില്ല നായകളെ വന്ധീകരിക്കുക, നായയുടെ പ്രസവം നിർത്തുക എന്നുള്ളത്. നിങ്ങളൊരു പെൺകുഞ്ഞിനെ, ഒരു പെണ്ണായനാണ് ദത്തെടുത്ത് വളർത്തുന്നത് എങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ട് നിങ്ങൾ പുറത്തോട്ട് നായ അഴിച്ചു വിടാതിരിക്കുക. അവൾ എപ്പോഴേലും വരും, അവൾ മൂത്രമൊഴിക്കാൻ പോയി, അവൾ വരും എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോയി അത് ഹീറ്റായ സമയമാണെങ്കിൽ പുറത്തുനിന്നും മെയിൽ ഡോഗ് ക്രോസ് ആയിട്ട് വീട്ടിൽ വന്ന് പ്രസവിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം പല കുടുംബം, നായനെ വളർത്തുന്ന പല കുടുംബങ്ങൾക്കും ഇത് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു ഫീമെയിലിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് ആ കുഞ്ഞിനെ വന്ധീകരിക്കുക. അത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ പോയിട്ട് നിങ്ങളുടെ വളർത്തു നായനെ വന്ധീകരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഇണക്കുള്ള ഏതെങ്കിലും ഡോഗിനെങ്കിലും നിങ്ങൾ വന്ധീകരിക്കാൻ ശ്രമിച്ചാൽ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ പ്രത്യേകം ഓർക്കുക, നായയെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ട് വെളിയിലേക്ക് അഴിച്ചു വിടാതിരിക്കുക. അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ അവരെ ചെയിൻ പിടിച്ച് കൊണ്ടുപോയിട്ട് അപ്പയുടെ മൂത്രമൊഴിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ളിൽ അവരെ വിട്ട് ഫ്രീ ആയിട്ട് വിടുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നായ പുറത്തു പോയി വന്ന് ക്രോസ് ആയിട്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ചെയ്യാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക. നിങ്ങൾ അടുത്തുള്ള റെസ്ക്യൂർമാരെ സമീപിച്ചിട്ട് അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് അവർക്ക് അഡോപ്ഷൻ പോസ്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ദയവ് ചെയ്തിട്ട് ഈ ഇപ്പൊ നായ പ്രസവിച്ചിട്ടുള്ള ഏതൊരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ 2 മാസം പ്രസവിച്ചിട്ട് 2 മാസം കഴിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് വന്ധീകരിക്കുക. ഇനിയും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകം ഓർക്കുക, നായയെ വളർത്തുമ്പോൾ അലക്ഷ്യമായിട്ട് അതിന്റെ ഇഷ്ടത്തിന് പുറത്തോട്ട് അഴിച്ചു വിടാതെ നമ്മുടെ സാന്നിധ്യം, നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മുടെ സാന്നിധ്യത്തിൽ വളർത്തുക. അല്ലെങ്കിൽ അത് ക്രോസ് ആവും. കാരണം നിങ്ങൾക്ക് അറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ നായകൾ പെറ്റുപെരുകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. തരാ